ഹായ് ഓൾ, എല്ലാവർക്കും ഇംഗ്ലീഷ് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ഓക്സിലറി അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്സ് എന്നിവയെക്കുറിച്ചാണ്. നമുക്കതിൻ്റെ ഡെഫിനിഷൻ, നിർവചനമെന്ന് നോക്കാം. ഓക്സിലറി ഓർ ഹെൽപ്പിംഗ് വേർബ്സ് ആർ വേർബ്സ് വിച്ച് ഹെൽപ്പ് ടു ഫോം ടെൻസസ്, വോയിസസ് ഓർ മൂഡ്സ്. അതായത് ടെൻസുകളെ ഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന, പാസ്റ്റ് ആവട്ടെ, പ്രസൻ്റ് ആവട്ടെ, ഫ്യൂച്ചർ ആവട്ടെ, അല്ലെങ്കിൽ പാസീവ് വോയിസിനെ രൂപീകരിക്കാൻ വേണ്ടി സഹായിക്കുന്ന, അതുമല്ലെങ്കിൽ മൂഡ്സ് എന്ന് വെച്ചാൽ ചോദ്യം ചോദിക്കുക, കൽപ്പിക്കുക തുടങ്ങിയ മൂഡ്സിനെ ഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന വേർബ്സിനെയാണ് ഹെൽപ്പിംഗ് വേർബ്സ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ്സ് എന്ന് വിളിക്കുന്നത്. ഇവകളെ നമുക്ക് പ്രൈമറി ഓക്സിലറി അതുപോലെ മോഡൽസ് എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാൻ കഴിയും. പ്രൈമറി ഓക്സിലറീസിൻ്റെ പരിധിയിൽ വരുന്നത് ബി വേർബ്സ് അഥവാ ആം, ഈസ്, വാസ്, ആർ, വേർ തുടങ്ങിയവ. രണ്ടാമത് അതിൽ വരുന്നത് ഡു വേർബ്സ് അഥവാ ഡു, ഡസ്, ഡിഡ്. അതുപോലെ മൂന്നാമത് വരുന്നത് ഹാവ് വേർബ് അഥവാ ഹാസ്, ഹാവ്, ഹാഡ് എന്നിവ. ഇനി മോഡൽസിൻ്റെ പരിധിയിൽ വരുന്നത് ക്യാന്, കുഡ്, മേ, മൈറ്റ്, ഷാള്, ഷുഡ്, വില്ല്, വുഡ്, മസ്റ്റ്. അതുപോലെ ഇതിൽ തന്നെ സെമി മോഡൽസ് ആയിട്ട് വരുന്ന നീഡ്, ഡയർ, യൂസ്ഡ് ടു, ഓട്ട് ടു എന്നിവയും ഉൾപ്പെടുന്നതാണ്. പ്രൈമറി ഓക്സിലറീസിനെ തന്നെ ടു ബി, ടു ഹാവ്, ടു ഡു എന്നിങ്ങനെയും വേർതിരിച്ചതായിട്ട് കാണാം. ടു ബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ബി വേർബ്സും, ടു ഹാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാവ് വേർബ്സും, ടു ഡു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡു വേർബ്സുമാണ്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. നമുക്ക് എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. വേർബ്സ് എക്സ്പ്രസിങ് ടെൻസ്. നമ്മൾ പറഞ്ഞല്ലോ ടെൻസിനെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വേർബ്സ് ആണ് ഇവകളെന്ന്. ഹിയർ ആർ സം എക്സാമ്പിൾസ് ഓഫ് ഓക്സിലറി വേർബ്സ് എക്സ്പ്രസിങ് ടെൻസ്. ടെൻസിനെ എക്സ്പ്രസ് ചെയ്യുന്ന ചില ഓക്സിലറി വേർബ്സിന് എക്സാമ്പിൾസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇൻ ദീസ് എക്സാമ്പിൾസ്, ഈ എക്സാമ്പിൾസിലെല്ലാം the main verbs are in bold and the auxiliary verbs are highlighted. മെയിൻ വേർബ്സ് ആണ് ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതിയിട്ടുള്ളത്. അതുപോലെ ഓക്സിലറി വേർബ്സിനെ ഗ്രേ കളറിൽ ഹൈലൈറ്റ് ചെയ്തതായിട്ടും കാണാം. എക്സാമ്പിൾ, ഷീ വാസ് വെയിറ്റിംഗ് ഫോർ ആൻ അവർ. ഇവിടെ വെയിറ്റിംഗ് എന്നുള്ളതാണ് മെയിൻ വേർബ്, വാസ് എന്നുള്ളതാണ് ഓക്സിലറി വേർബ്. ആ മെയിൻ വേർബ് ആകുന്ന വെയിറ്റിംഗ് എന്നുള്ളതിനെ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റാൻ വേണ്ടി വാസ് എന്നുള്ളതാണ് ഹെൽപ്പ് ചെയ്തത്. അവിടെ വാസ് എന്നുള്ള ഓക്സിലറി വന്നില്ല എന്ന് സങ്കല്പിക്കുക. അതിന് പകരം ഈസ് എന്നോ അല്ലെങ്കിൽ വിൽ ബി എന്നൊക്കെയാണ് വന്നിരുന്നതെങ്കിൽ അതൊരിക്കലും പാസ്റ്റ് ടെൻസായി മാറുന്നില്ല. അതുകൊണ്ട് തന്നെ പാസ്റ്റ് ടെൻസിനെ രൂപീകരിക്കാൻ വേണ്ടി വാസ് എന്ന് പറയുന്ന ഓക്സിലറി അതിനെ സഹായിച്ചു. അതുകൊണ്ട് തന്നെ ഹെൽപ്പിംഗ് വേർബ് എന്നും ഇവകളെ വിളിക്കപ്പെടുന്നു. അടുത്ത എക്സാമ്പിളായ ഷീ ഈസ് വെയിറ്റിംഗ് ഇൻ ദ ഹാൾ എന്നുള്ളിടത്ത് അതിനെ പ്രസൻറ്റ് ടെൻസിലേക്ക് മാറാൻ വേണ്ടി ഈസ് എന്ന് പറയുന്ന ഓക്സിലറി സഹായിച്ചു. ഷീ വിൽ ബി വെയിറ്റിംഗ് എന്നുള്ളിടത്ത് വെയിറ്റിംഗ് എന്ന് പറയുന്ന മെയിൻ വേർബിനെ ഫ്യൂച്ചർ ടെൻസിലേക്ക് മാറാൻ വേണ്ടി വിൽ ബി എന്ന് പറയുന്ന ഓക്സിലറിയും സഹായിക്കുന്നതായിട്ട് കാണാം. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രോഗ്രസീവ് ഫോംസ് ആണെങ്കിൽ ഇനി നമുക്ക് പെർഫെക്റ്റ് ഫോംസിൽ സഹായിക്കുന്നത് നോക്കാം. ഷീ ഹാഡ് ഡ്രങ്ക് ഇറ്റ് ബിഫോർ വി അറൈവ്ഡ്. നമ്മൾ എത്തിച്ചേർന്നതിന് മുമ്പ് അവൾ ഇത് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഡ്രങ്ക് എന്നുള്ള വേർബ് ബോൾഡായിട്ട് എഴുതിയിട്ടുണ്ട്, അതാണ് മെയിൻ വേർബ്. ഹാഡ് എന്നുള്ളതിനെ ഗ്രേ കളറും ചെയ്തിട്ടുണ്ട്, അഥവാ അതാണ് ഓക്സിലറി അഥവാ ഹെൽപ്പിംഗ് വേർബ്. ഇവിടെ ഷീ ഹാഡ് ഡ്രങ്ക് എന്നുള്ള മെയിൻ വേർബിനെ ഹാഡ് എന്ന് പറയുന്ന ഓക്സിലറി വേർബ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറാൻ വേണ്ടി സഹായിക്കുന്നു. ഓക്കെ, അതുപോലെ ഷീ ഹാസ് ഡ്രങ്ക് ഇറ്റ് ഓൾറെഡി എന്നുള്ളത്, ഹാസ് ഡ്രങ്ക് എന്നുള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഡ്രങ്ക് എന്ന് പറയുന്ന മെയിൻ വേർബിനെ പ്രസൻറ്റ് പെർഫെക്റ്റിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഹാസ് എന്നുള്ളത് സഹായിക്കുന്നു. ഷീ വിൽ ഹാവ് ഡ്രങ്ക് എന്നുള്ളിടത്തും തഥൈവ ഫ്യൂച്ചർ ടെൻസിലെ പെർഫെക്റ്റിലേക്ക് മാറാൻ വേണ്ടിയിട്ട് വിൽ ഹാവ് എന്നുള്ള ഓക്സിലറി ഡ്രങ്ക് എന്ന് പറയുന്ന മെയിൻ വേർബിനെ സഹായിച്ചു. ഇപ്പോൾ നമ്മൾ പ്രോഗ്രസീവും അതുപോലെ പെർഫെക്റ്റും എക്സാമ്പിൾ കണ്ടു. ഇനി പെർഫെക്റ്റ് പ്രോഗ്രസീവിന് എക്സാമ്പിൾസ് നോക്കാം. ഷീ ഹാഡ് ബീൻ സ്റ്റഡിയിങ് ബിഫോർ ദ ഇൻസിഡൻറ്റ്. ഈ സംഭവത്തിന് മുമ്പ് അവൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇവിടെ സ്റ്റഡിയിങ് എന്നുള്ളത് മെയിൻ വേർബാണ്, ഹാഡ് ബീൻ എന്നുള്ളത് ഓക്സിലറിയുമാണ്. അപ്പോൾ സ്റ്റഡിയിങ് എന്നുള്ള മെയിൻ വേർബിനെ പെർഫെക്റ്റ് പ്രോഗ്രസീവിലേക്ക് അഥവാ പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറാൻ ഹാഡ് ബീൻ എന്ന് പറയുന്ന ഓക്സിലറി സഹായിച്ചു. ഷീ ഹാസ് ബീൻ സ്റ്റഡിയിങ് എന്നുള്ളിടത്ത് സ്റ്റഡിയിങ് എന്ന് പറയുന്ന മെയിൻ വേർബിനെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവിലേക്ക് മാറാൻ വേണ്ടി ഹാസ് ബീൻ എന്ന് പറയുന്ന ഹെൽപ്പിംഗ് വേർബ് സഹായിച്ചു. ഷീ വിൽ ഹാവ് ബീൻ സ്റ്റഡിയിങ് എന്നുള്ളിടത്ത് സ്റ്റഡിയിങ് എന്ന് പറയുന്ന മെയിൻ വേർബിനെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് പ്രോഗ്രസീവിലേക്ക് മാറാൻ വേണ്ടിയിട്ട് വിൽ ഹാവ് ബീൻ എന്ന് പറയുന്ന ഓക്സിലറി അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് സഹായിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമ്മൾ പറഞ്ഞിരുന്ന മറ്റൊന്നായിരുന്നു ഹെൽപ്പിംഗ് വേർബ്സ് പാസീവ് വോയിസിനെ ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. അതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ആ ഡിസേർട്ട് വാസ് ഈറ്റൺ ബൈ ദ ഡോഗ്. ഞങ്ങളെ ഡിസേർട്ട് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് ശേഷം വിളമ്പുന്ന മധുര പലഹാരം, അത്
ഈറ്റൺ ബൈ ദ ഡോഗ്, അത് നായയാൽ കഴിക്കപ്പെട്ടു. ഇവിടെ ഈറ്റൺ എന്നുള്ളതാണ് മെയിൻ വേർബ്, ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട്. വാസ് എന്നുള്ളതാണ് ഓക്സിലറി അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്. അപ്പോൾ ഈറ്റൺ എന്ന് പറയുന്നതിനെ പാസ്റ്റ് ടെൻസിലെ പാസീവ് വോയിസ് ആയിട്ട് മാറുന്നതിന് വേണ്ടി വാസ് എന്ന് പറയുന്ന ഓക്സിലറി വേർബ് സഹായിക്കുന്നതായിട്ട് കാണാം. അതുപോലെ നെക്സ്റ്റ് എക്സാമ്പിൾ, ദ ഗീസ് ആർ ഡ്രിവൺ ത്രൂ ദ സ്നിക്കറ്റ്. ഗീസ് എന്ന് വെച്ചാൽ ഗൂസിൻ്റെ പ്ലൂരൽ, ഗൂസ് എന്ന് വെച്ചാൽ ഹംസം. അപ്പോൾ ഹംസങ്ങളെ ആർ ഡ്രിവൺ, അവകളെ ആട്ടിപ്പായിക്കപ്പെടുന്നു, ത്രൂ ദ സ്നിക്കറ്റ്, സ്നിക്കറ്റ് എന്ന് വെച്ചാൽ ഇടവഴി. അപ്പോൾ ഹംസങ്ങളെ ഇടവഴിയിലൂടെ ആട്ടി ഓടിക്കപ്പെടുന്നു. ഇവിടെ ഡ്രിവൺ എന്ന് പറയുന്ന മെയിൻ വേർബിന് അതിനെ പ്രസൻറ്റിലെ പാസീവ് വോയിസായി മാറാൻ വേണ്ടിയിട്ട് ആർ എന്ന് പറയുന്ന ഓക്സിലറി വേർബ് സഹായിക്കുന്നതായിട്ട് കാണാം. നെക്സ്റ്റ് എക്സാമ്പിൾ, ദ ഫോൺ വിൽ ബി ഡിസ്കണക്റ്റഡ് ടുമോറോ. നാളെ ഫോൺ ഡിസ്കണക്റ്റ് ആക്കപ്പെടും എന്ന് പറയുമ്പോൾ ഡിസ്കണക്റ്റഡ് എന്നുള്ളതാണ് ഇതിലെ മെയിൻ വേർബ്. അതിനെ ഫ്യൂച്ചറിലെ പാസീവ് വോയിസ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് വിൽ ബി എന്ന് പറയുന്ന ഓക്സിലറി വേർബ് സഹായിച്ചു. ഇൻ ദീസ് എക്സാമ്പിൾസ്, ഈ പറഞ്ഞ എക്സാമ്പിൾസിലെല്ലാം ദി ഓക്സിലറി വേർബ് ടു ബി ഹെൽപ്സ് ടു ഫോം ദ പാസീവ് വോയിസ്. പാസീവ് വോയിസ് രൂപീകരിക്കാൻ വേണ്ടി ടു ബി എന്ന് പറയുന്ന ഓക്സിലറി വേർബിൻ്റെ ഫോംസ് സഹായിക്കുന്നുണ്ട്. എ വേർബ് ഈസ് സെഡ് ടു ബി ഇൻ ദ പാസീവ് വോയിസ് വെൻ ഇറ്റ് സബ്ജക്റ്റ് ഡസ് നോട്ട് പെർഫോം ദി ആക്ഷൻ ഓഫ് ദ വേർബ്. വേർബിൻ്റെ ആക്ഷൻ സബ്ജക്റ്റ് ചെയ്യാതിരിക്കുന്നിടത്താണ് പാസീവ് വോയിസിൻ്റെ ആവശ്യം വരുന്നത്. ബട്ട് ഹാസ് ദി ആക്ഷൻ ഡൺ ടു ഇറ്റ്, പക്ഷേ അവിടെ ആക്ഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്, അപ്പോഴാണ് പാസീവ് വോയിസിൻ്റെ ഉപയോഗം വരുന്നത്. ഓക്കെ, അപ്പോൾ അതും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് മൂഡ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓക്സിലറി വേർബ്സിനെ നോക്കാം. ഡിഡ് യു വിൻ ഒരു എക്സാമ്പിളാണ്, നീ ജയിച്ചോ. ഹിയർ, ഇവിടെ ദി ഓക്സിലറി വേർബ് ടു ഡു എന്നുള്ള ഓക്സിലറി വേർബ് അതിൻ്റെ ഫോമായ ഡിഡ് ഈസ് യൂസ്ഡ് ടു ഫോം ദി ഇൻ്ററോഗേറ്റീവ് മൂഡ്. ഒരു ചോദ്യം ചോദിക്കുന്ന മൂഡിനുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെട്ടു, അതായത് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ വിൻ എന്നുള്ളതാണ് മെയിൻ വേർബ്, അതിനെ ചോദ്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി വേർബ്, ടു ബി എന്ന് പറയുന്ന ഓക്സിലറി വേർബിൻ്റെ ഫോം സഹായിച്ചു. നെക്സ്റ്റ് എക്സാമ്പിൾ, ഡോണ്ട് ഫോർഗെറ്റ് യുവർ വാളറ്റ്. നിൻ്റെ വാളറ്റ് മറന്നു വെക്കരുത്. വാളറ്റ് എന്ന് വെച്ചാൽ ക്യാഷൊക്കെ വെക്കുന്ന പോക്കറ്റിലിടുന്ന പേഴ്സ് എന്ന് പറയുന്ന സാധനം. ഏതായാലും ഹിയർ ദി ഓക്സിലറി വേർബ് ടു ഡു എന്നുള്ളതിൻ്റെ മറ്റൊരു ഫോമായ ഡോണ്ട് എന്നുള്ളത് ഫോർഗെറ്റ് എന്ന് പറയുന്ന മെയിൻ വേർബിനെ ഒരു ഇമ്പരേറ്റീവ് മൂഡ്, ഒരു നിർദ്ദേശം കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു കൽപ്പിക്കാനോ ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന രൂപത്തിൽ ആയിത്തീരാൻ വേണ്ടി സഹായിച്ചു. അപ്പോൾ ഫോർഗെറ്റ് എന്ന് പറയുന്ന മെയിൻ വേർബിനെ ഡോണ്ട് എന്ന് പറയുന്ന ഓക്സിലറി വേർബ് ഇമ്പരേറ്റീവ് മൂഡിലേക്ക് മാറാൻ വേണ്ടി സഹായിക്കുന്നു. ഇനി മോഡൽ ഓക്സിലറീസിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ആദ്യമായി എബിലിറ്റിയെ കാണിക്കാൻ വേണ്ടി വരുന്ന മോഡൽ വേർബ്സ് ക്യാൻ, കുഡ്. എക്സാമ്പിൾസ്, ഡേവിഡ് ക്യാൻ സ്പീക്ക് 3 ലാംഗ്വേജസ്. ഡേവിഡിന് 3 ലാംഗ്വേജസ് സംസാരിക്കാൻ സാധിക്കും, കഴിവിനെ കാണിക്കാൻ. ഇനി ഹി കുഡ് സ്പീക്ക് ഫ്ലുവൻറ്റ് ഫ്രഞ്ച് വെൻ ഹി വാസ് 5. അവന് 5 വയസ്സായിരുന്നപ്പോൾ അവന് ഫ്രഞ്ച് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ കഴിയുമായിരുന്നു, കുഡ് അല്ലേ. അപ്പോൾ എബിലിറ്റിയെ കാണിക്കാൻ വേണ്ടി വന്നു. ഇനി പെർമിഷന് വേണ്ടിയിട്ട് ക്യാന്, കുഡ്, മേ, ഈ 3 വരും കേട്ടോ. ക്യാൻ ഐ സിറ്റ് ഇൻ ദാറ്റ് ചെയർ പ്ലീസ്, ഞാൻ ആ ചെയറിലൊന്ന് ഇരുന്നോട്ടെ, പെർമിഷൻ ചോദിക്കാൻ. കുഡ് ഐ ഓപ്പൺ ദ വിൻഡോ, ഞാൻ ഈ ജനലൊന്ന് തുറന്നോട്ടെ, പെർമിഷൻ ചോദിക്കാൻ. മേ ഐ ബോറോ യുവർ ഡിക്ഷണറി, ഞാൻ എൻ്റെ ഡിക്ഷണറി ഒന്ന് കടം എടുത്തോട്ടെ. ഓക്കെ, നെക്സ്റ്റ് അഡ്വൈസ് അഥവാ ഉപദേശം കൊടുക്കാൻ വേണ്ടി ഷുഡ് വരും. യു ഷുഡ് വിസിറ്റ് യുവർ ഡെൻറ്റിസ്റ്റ് അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഇയർ. ഏറ്റവും ചുരുങ്ങിയത് വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും എൻ്റെ ഡെൻറ്റിസ്റ്റിനെ അഥവാ പല്ല് നോക്കുന്ന ആളുണ്ടല്ലോ ഡോക്ടർ, അദ്ദേഹത്തെ ഒന്ന് നീ പോയി കാണേണ്ടതുണ്ട്, ഉപദേശമാണ്. യു ഷുഡ് ട്രൈ ടു ലൂസ് വെയ്റ്റ്, നീ എന്ത് ചെയ്യണം, തടി കുറക്കാൻ വേണ്ടി ശ്രമിക്കണം, അതൊരു ഉപദേശമാണ്. ഓക്കെ, അടുത്ത ഒബ്ലിഗേഷൻ, കടമ, മസ്റ്റ്, ഹാവ് ടു. ഓക്കെ, ഐ മസ്റ്റ് മെമ്മറൈസ് ഓൾ ഓഫ് ദീസ് റൂൾസ് അബൌട്ട് ടെൻസസ്. ടെൻസിനെ കുറിച്ചുള്ള ഈ റൂൾസ് മുഴുവൻ ഞാൻ പഠിച്ചിരിക്കണം, അതെൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്, എൻ്റെ കടമയാണ് അല്ലേ. യു ഹാവ് ടു ടേക്ക് ഓഫ് യുവർ ഷൂസ് ബിഫോർ യു ഗെറ്റ് ഇൻ ടു ദ മോസ്ക്. പള്ളിയിൽ കടക്കുന്നതിന് മുമ്പ് നീ നിൻ്റെ ചെരുപ്പ് അല്ലെങ്കിൽ ഷൂ അഴിച്ചിരിക്കണം, അത് മറ്റൊരു കടമയെ കാണിക്കാൻ വേണ്ടി വന്ന എക്സാമ്പിളാണ് അല്ലേ. അടുത്ത പോസിബിലിറ്റി, മൈറ്റ്, മേ, കുഡ്, ക്യാൻ, ഈ 4 വരും കേട്ടോ. ഇറ്റ് ലുക്സ് നൈസ്, ഇത് കാണാനൊക്കെ നല്ല ചന്തമുണ്ട്, ബട്ട് ഇറ്റ് മൈറ്റ് ബി വെരി എക്സ്പെൻസീവ്. ഒരു പക്ഷേ ഇത് നല്ല എക്സ്പെൻസീവ് ആയിരിക്കാൻ നല്ല വില ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഒരു സാധ്യത, പോസിബിലിറ്റി. റിച്ചാർജ് മേ ബി കമ്മിങ് ടു സീ അസ് ടുമോറോ. റിച്ചാർജ് ഒരു പക്ഷേ നാളെ നമ്മളെ കാണാൻ വരുമായിരിക്കും, പോസിബിലിറ്റിയാണ്, ഉറപ്പൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മോഡൽ ഓക്സിലറീസിൻ്റെ എക്സാമ്പിൾസ്. ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഡോണ്ട് റൈറ്റ് കുഡ് ഓഫ്, ഷുഡ് ഓഫ് ഓർ വുഡ് ഓഫ്, ജസ്റ്റ് ഡോണ്ട്. ഓക്കെ, വെച്ചാൽ ഒരിക്കലും കുഡോ ഷുഡോ അല്ലെങ്കിൽ വുഡോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് ശേഷം ഓഫ് ചേർത്ത് എഴുതരുത്.
ഐ കുഡ് ഓഫ് സ്പീക്കിംഗ് അങ്ങനെയൊന്നും ഓഫ് ചേർത്ത് എഴുതാൻ പാടില്ല. അതുപോലെ തന്നെ പെർമിഷൻ ചോദിക്കുമ്പോൾ ക്യാൻ ഐ എന്നുള്ളതിൽ നിന്ന് മാറി മേ ഐയിലേക്ക് കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ക്യാൻ എന്നുള്ളത് കൂടുതലും എബിലിറ്റിയെ കാണിക്കാൻ വേണ്ടിയാണ് വരാറുള്ളത്. എന്ന് വെച്ച് ക്യാൻ ഐയും ഉപയോഗിക്കാറില്ല എന്നതിനർത്ഥമില്ല കേട്ടോ. നെക്സ്റ്റ് എക്സ്പാൻഡ് ക്യാൻഡ് ടു കനോട്ട്. നോട്ട് ക്യാൻ നോട്ട് എന്ന് വെച്ചാൽ ക്യാൻഡ് എന്നുള്ളതിനെ വിശാലമാക്കി എഴുതുമ്പോൾ കനോട്ട് എന്നുള്ള CANNOT എന്ന് അടുപ്പിച്ച് എഴുതുക. അല്ലാതെ ക്യാൻ എന്ന് എഴുതിയിട്ട് സ്പേസ് ഇട്ടിട്ട് നോട്ട് എന്നല്ല എഴുതേണ്ടത്. ഇവകളാണ് ഈ ഓക്സിലറീസുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഓക്സിലറി അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്സിനെ കുറിച്ചുള്ള വളരെ ലളിതമായ ഒരു അവതരണം. അഥവാ അത്യാവശ്യമായിട്ട് ഒരാൾക്ക് ഓക്സിലറീസിനെ കുറിച്ച് അറിയാനുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലുള്ളത്. ഏതായാലും ശരിക്ക് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. താങ്ക്സ് എ ലോട്ട്. സീ യു ലേറ്റർ.